നമസ്കാരം. ദേവരാജശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവരാജൻ മാസ്റ്ററും മറ്റ് സംഗീത സംവിധായകരും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും കഥകൾ നാം ദേവരാജശ്രീയുടെ പല എപ്പിസോഡുകളിലൂടെ കേട്ടു. അതിന് നല്ല സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള മറ്റൊരു കഥയിലേക്കാണ് പോകുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ MS വിശ്വനാഥനും മാസ്റ്ററും തമ്മിലുള്ള കഥ. അപ്പോൾ അതിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച വ്യക്തികൾ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ശ്രീ മധുവിൽ നിന്ന് തന്നെ തുടങ്ങാം. മധുവെങ്കിൽ എന്തായിരുന്നു ആ ഒരു അനുഭവം? എനിക്ക് തോന്നുന്നു ഏകദേശം 97-ലാണെന്നാണ് തോന്നുന്നത്, ഓർമ്മയില്ല. ഞാനും മാസ്റ്റർ മദ്രാസിൽ ഇങ്ങനെ പോയി. അവിടെ ചെന്ന് 2 ദിവസമായി. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പാട്ട് വയ്ക്കും. മാസ്റ്റർ അങ്ങനെ കാണാറില്ല. ഞാനിങ്ങനെ ടി വിയിൽ തമിഴ്നാട്ടിലെ ഏതൊരു ചാനൽ അവിടെ വന്നപ്പോൾ ഇങ്ങനെ വെച്ചത് 4 മണിയായി കാണും. മാസ്റ്റർ ഉറക്കമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കാൻ. അപ്പം ഉയർന്ന മരുന്ന് എന്ന സിനിമയിൽ സുശീലാമ്മ പാടിയൊരു പാട്ടുണ്ട്. അത് ഞാനിങ്ങനെ കേട്ട്, തമിഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് മാസ്റ്റർ പുറക്കെ വന്ന് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. മാസ്റ്റർ അങ്ങനെ നിന്ന് ആ പാട്ട് തീർന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് മാസ്റ്റർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊരു ഫീലാണിത്, എന്തൊരു പാട്ടാണ്, MS സമ്മതിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് മാസ്റ്റർ ആ ഫോണിൽ ഇരിക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്ത് സോഫയുടെ അടുത്താണ് അവിടെ ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്നത്. MS അവിടെ നിന്നുള്ള സംഭാഷണം ഞാൻ കേൾക്കുന്നില്ല. പാട്ട് അതിഗംഭീരമായിരിക്കുന്നു, എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം, അതിനൊരു അഭിനന്ദനം വിളിച്ച് പറയാനായിട്ടാണ് MS വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്വതവേ വാക്കുകൾക്ക് പിശക്കനായ മാസ്റ്റർ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു 8 മണിക്ക് കോളിംഗ് ബെല്ല്. സാധാരണഗതി ഞാനങ്ങനെ വാതിൽ മാസ്റ്റർ അകത്ത് കട്ടിലിരുന്ന് സാധകം ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വീകരണ മുറിയിലെ വാതിൽ തുറന്ന് നോക്കി ഞെട്ടിപ്പോയിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നതും ഇന്ത്യൻ ചലച്ചിത്രവേദിയുടെ അഭിമാനമായി MS വിശ്വനാഥൻ സാർ നിൽക്കുന്നത്. അത് ദേവരാജ മാസ്റ്ററിൻ്റെ വീട്ടിൽ. ഞാൻ ഒരു നിമിഷം സ്വപ്നത്തിലാണോ അത് വേറെ വല്ലതും, എനിക്ക് ഒരു നിമിഷം ആ സമനില വീണ്ടെടുക്കാൻ പ്രയാസപ്പെടുത്തി. ഞാൻ തുറന്ന് സാർ ഇരിക്കണമെന്ന് പറഞ്ഞ് സോഫയിലോട്ട് കൊണ്ടിരുത്തിച്ചു. അണ്ണനെവിടെ? അപ്പോൾ എനിക്ക് അണ്ണനെ ഉദ്ദേശിച്ച ദേവരാജ മാസ്റ്ററെയാണെന്ന്. ഞാൻ മാസ്റ്ററെ ചെന്ന് വിളിക്കുന്നു. മാസ്റ്റർ ഉടനെ തന്നെ പുറത്തേക്ക് വന്ന് 2 പേരും തൊഴുതു ഇരിക്കാൻ പറഞ്ഞു. അപ്പം അമ്മയോട് പറഞ്ഞ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, MS എനിക്ക് ഇന്നലെ രാത്രി ആ പാട്ട് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അത് തന്നെയാണ് എനിക്കും നിങ്ങൾ പറഞ്ഞ അഭിപ്രായം കേട്ട് എനിക്ക് ഉറക്കമേ വന്നില്ല. എത്രയും പെട്ടെന്ന് അണ്ണനെ വന്ന് കാണണം, അണ്ണനെ നമസ്കരിക്കണം. ഇത്രയും വലിയൊരു ബഹുമതി എനിക്ക് തന്നതിൽ അവാർഡുകളേക്കാൾ വലിയ ബഹുമതിയാണിത്. അല്ല, MS ചെയ്ത മ്യൂസിക് എനിക്കാണ് സന്തോഷം പകർന്നത്. അല്ല, എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വന്നു എല്ലാം നിങ്ങൾ പോട്ട പിച്ചൈ. അപ്പം എനിക്കത് മനസ്സിലായില്ല. പിച്ചൈ എന്ന് തമിഴിൽ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്താ മാസ്റ്റർ പറഞ്ഞത്, പിച്ചൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭിക്ഷ, ഒരു അനുഗ്രഹമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ പ്രശംസയും നമ്മുടെ അഭിനന്ദനമാണ്, അല്ല അനുഗ്രഹമാണ് അവരെ വളർത്തുന്നത്. എല്ലാം നിങ്ങളിട്ടതെന്ന് അനുഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ 2 കൈ ചേർത്ത് പിടിച്ച് 2 പേരെ കണ്ണിൽ സൗഹൃദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും നിറകണ്ണുകൾ കണ്ടു. 2 വലിയ ചക്രവർത്തിമാർ, സംഗീത ചക്രവർത്തിമാരുടെ ഇടയിൽ ഒരു അശ്വമായി ഞാൻ നിന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു നിമിഷമായി തോന്നി. ഈ പാട്ടിനെ പറ്റി എനിക്ക് സംഗീതം വലിയ അറിവില്ല, പക്ഷേ അത് തിരുവനന്തപുരത്ത് വന്നിട്ട് പ്രകാശ് ഒരുക്കി വന്നപ്പോൾ ഈ അനുഭവം പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംഗീത സംബന്ധിയ വിവരങ്ങൾ പ്രകാശ് അറിയാവുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് സംഗീത സംബന്ധം മാസ്റ്റർ എന്താണ് ആകർഷിച്ചതെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് നിങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്ന് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ, അപ്പം എനിക്ക് വന്ന് മധു വേറെ അവിടെ പോയിരുന്നു, മധു ഇല്ലായിരുന്നു ഞാൻ ചെന്നപ്പോൾ. മാസ്റ്ററിന് വയ്യാന്ന് പറഞ്ഞു, സുഖമില്ല. ഈ ചെന്നൈയിൽ വെച്ച് ഈ ഈ പറഞ്ഞില്ലേ സുശീലാമ്മയുടെ ഈ പാട്ട് കേട്ട അന്ന് രാത്രി മാസ്റ്റർ സുഖമില്ലാതായി. ഒട്ടും വയ്യ, ഷുവറിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ പാട്ട് കേട്ട് അത്ര ഫീൽ ചെയ്തു ഈ പാട്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് ഏതെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ചോദിച്ചത് ഏത് പാട്ടാണെന്ന് പറഞ്ഞു. ഇത് 1968 ശിവാജി ഗണേശൻ ആക്ട് ചെയ്ത ഉയർന്ന മരുതൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് മൂവി, വളരെ പ്രശസ്തമായ മൂവിയാണ്. അതിൽ
നാളെ ഇன்ற വേളை പാർത്ത് ഓടി വാ നില എന്ന ഒരു സുശീലാമ്മയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് ഈ മാസം അന്ന് കേട്ടത്. ഇത് മാഷാണ് എന്നെ പറഞ്ഞു തരുന്നത്. എനിക്ക് അറിയില്ല, ഈ പാട്ട് ഞാനും കേട്ടിട്ടില്ല. കാരണം 68 ഇറങ്ങിയതായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഈ പാട്ട് ഞാൻ കേൾക്കേണ്ടി വന്നു. കാരണം അത് തന്നെ മാസ്റ്ററായിട്ട് പോയപ്പോൾ ഈ കാസറ്റ് വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഈ സിനിമയുടെ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ വിശ്വനാഥൻ്റെ ഈ പാട്ടായിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷം മാസ്റ്റർ രാത്രി മാസ്റ്ററിന് ഭയങ്കര പ്രശ്നമായി. ഈ പാട്ട് ഇങ്ങനെ ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ആണ് ഈ രാവിലെ വിശ്വനാഥൻ MSV വരുന്നത് എന്നാണ് മാസ്റ്റർ പറഞ്ഞത്. കാരണം ആ MSVയുടെ പാട്ടെന്ന് പറയുന്നത് ഒരു 1.5 പാട്ടാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദേവരായ മാസ്റ്ററിനെ പോലെയുള്ള ഇത്രയും വലിയ മഹാരഥൻ തന്നെ അതിൽ വീണു പോവുകയെങ്കിലേ ആ മനസ്സിലായില്ലേ, അതിൽ അത്രയ്ക്ക് മഹത്തരമായിട്ടൊരു പാട്ടാണ്. പി സുശീലാമ്മ നാഷണൽ അവാർഡ് വാങ്ങിച്ച്, അത് നാഷണൽ അവാർഡ് എന്നല്ല, ലോകത്തിലെ ഏതൊരു അവാർഡും കിട്ടാൻ യോഗ്യത പാട്ടായിരുന്നു. തീർച്ചയായിട്ടും ആ പാട്ട് ഞാൻ ആതിരയ്ക്ക് ആ പാട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആതിരന്ന് അത് പാടും. എന്തുകൊണ്ടാണ് ദേവരാജ മാസ്റ്ററിനെ ഈ പാട്ട് സ്വാധീനിച്ചതെന്നുള്ളത് നമുക്ക് ഇന്ന് ആതിര അത് പാടും. ഈ പാട്ട് കേട്ടാൽ ദേവരാജ മാസ്റ്റർ നല്ല ഇത് ആർക്കും എത്ര ഫീലുള്ള പാട്ടാണ്. എനിക്ക് തന്നെ ഇപ്പോൾ ആ ഫീൽ വന്നുപോയി. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കമ്പോസിങ് MSV ഈ ദേവരാജ മാസ്റ്റർ പറയും MSV ഇപ്പോൾ ഈ മാസ്റ്റർ അപ്പോൾ ഇത് എൻ്റെ ഈ കാര്യം പറഞ്ഞതിന് ഇഷ്ടം മാസ്റ്റർ പറഞ്ഞു ഈ റൂട്ടിൽ MSV ഫാസ്റ്റായിട്ടുള്ള പാട്ടൊക്കെ ചെയ്യും. സ്പീഡുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അഴകിയ തമിഴ് മകൾ ഇവൾ ഇരുമിഴികളിൽ എഴുതിയ മടൽ சொல்ல மொழிகளில் அலலில் படித்தால் ரசிக்கும் കനി പോലിനിക്കും എന്ന് പറഞ്ഞാൽ ദുഃഖം നേരെ ഹാപ്പി ആയിട്ട് പോയേക്കാം. MGRന്റെ ഒരു ഫിലിമിലെ പാട്ടാണ്. ഇവരൊക്കെ ഈ പരമ്പരാഗത രീതികളെ പരമ്പരാഗത രീതികളെ പൊളിക്കാൻ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടോ കാര്യം. അതാണ് ഇപ്പൊ ഈ പാട്ട്. ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഈ അഴകിയ തമിഴ് മകൾ ഇവൻ ഇരുമിഴികളിൽ എഴുതിയ മകൾ സൊല്ലലീലൻ പഠിത്താൽ രസിക്കും കനി പോലിനിക്കും. എന്താ കമ്പോസിങ് മാസ്റ്റർ പറഞ്ഞു. ഈ പാട്ടൊക്കെ എന്താ കമ്പോസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മാസ്റ്റർ ഒരു പാട്ട് കേട്ടിട്ട് MSV വിളിക്കുന്നു, അതേപോലെ തന്നെ MSV പിറ്റേ ദിവസം വരുന്നു. അപ്പൊ അവര് തമ്മിലുള്ള ആ ബഹുമാനം, സ്നേഹം, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ്. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും നമുക്ക് കാണാനേ കഴിയില്ല. പണ്ട് ഇവരൊക്കെ തമ്മിലുള്ള ആ ബഹുമാനമൊക്കെ ശരിക്കും നമ്മളിപ്പോ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ, നമ്മളോട് ഇങ്ങനെ അഭിപ്രായം പറയുക, അത് MSV ഇങ്ങോട്ട് പറയുന്നു, അവർ പരസ്പരം വിളിച്ചു പറയുക, അങ്ങനെ ആരും ചെയ്യത്തില്ല. അങ്ങനെ എല്ലാവരും അവരവരുടെ ഓരോ പൊസിഷനുകൾ ഇരിക്കുക. ഇത് MSV കൂടി അടുത്ത ദിവസം വരുവാണ്, അതല്ലേ? അപ്പൊ ആ ബന്ധം അതിലേക്ക് തോന്നി അതായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇല്ല. ആ ബന്ധം അവസാനം മാസ്റ്ററിന്റെ അന്ത്യനിമിഷം അതെ ഉണ്ട്. അതെന്ന് വെച്ചാലേ മാസ്റ്റർ 2006 മരിക്കുന്നതിന് 6-ാം തീയതിയാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ഡോക്ടർമാർ വേണ്ടാന്ന് പറഞ്ഞു. ഓക്സിജൻ മാസ്ക്, യൂറിൻ ട്യൂബൊക്കെ മാറ്റി. അങ്ങനെ റൂമിലേക്ക് വന്ന ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് MSV കയറി വരുന്നു. അന്തം വിട്ടു ഞങ്ങളെല്ലാവരും. ഇത് ആരുടെ ഞങ്ങൾ പറഞ്ഞില്ല അസുഖം എന്നുള്ളത്. പക്ഷേ ഈ വിജയ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, കോദണ്ഡപാണി ഓഡിയോ റെക്കോർഡിംഗ്.
അവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആരോ വന്നിങ്ങനെ വിവരം പറഞ്ഞു. വന്ന ഉടനെ ആശ്വസിപ്പിക്കുക, അണ്ണാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആൻറ്റിയോപ്ലാസ്റ്റിക് ഒരു സില്ലിയാണ്, എനിക്ക് 2-3 ചെയ്ത് ഇതൊക്കെ, ഞാനിപ്പോഴും ജീവിക്കും, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണണം, ഞാൻ അണ്ണൻ്റെ വീട്ടിൽ വരും സുഖമായിട്ട്. അവിടെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇവൻ ആശ്വസിപ്പിച്ച് പോയ ആളാണ്. അതിന് 3-ാം ദിവസമാണ് മാസ്റ്റർ മരിക്കുന്നത്. അപ്പം അതുവരെ മലയാള സിനിമയുടെ ആരും തന്നെ അവിടെ വന്നിട്ടില്ല, ആരും അറിഞ്ഞില്ല. പക്ഷേ അറിയാതെ വരുമെന്ന് ഇപ്പൊ നേരത്തെ ആതിര പറഞ്ഞ എന്തൊരു ഹൃദയ നിമിത്തം, ബന്ധമാണ്. അതെ, എന്തൊരു നിമിത്തം പോലെ. അതെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ് കഥകൾ അതെ തീരുന്നില്ല. അതെ അതെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.